നമസ്കാരം. കാനഡ US വ്യാപാര ചർച്ചകളും താരിഫ് ഭീഷണിയും. ബ്രിട്ടീഷ് കൊളംബിയയിൽ പടർന്നു പിടിക്കുന്ന രൂക്ഷമായ കാട്ടുതീ കാരണം പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ വൻ മാറ്റങ്ങളുമായി എൻവയോൺമെന്റ് കാനഡ. അറ്റ്ലാന്റിക് കാനഡയിലെ റെക്കോർഡ് വരൾച്ച. കാനഡ വാർത്തയുടെ കാനഡ ഈ വാരം പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ചയിൽ നിലവിൽ വരാനിരിക്കുന്ന US താരിഫുകൾ ഒഴിവാക്കാൻ ഒട്ടാവയും വാഷിംഗ്ടണും തമ്മിൽ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. കനേഡിയൻ ട്രേഡ് മിനിസ്റ്റർ ഡൊമിനിക് ലെബ്ലാങ്ക് ഉൾപ്പെടെയുള്ള പ്രമുഖ ചർച്ചാ സംഘം ഇപ്പോൾ വാഷിംഗ്ടണിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ക്ഷീരമേഖലയിലെ വിപണി പ്രവേശനത്തെ ചൊല്ലിയാണ് പ്രധാന തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഈ വ്യാപാര ചർച്ചകളിൽ ധാരണയായില്ലെങ്കിൽ കനേഡിയൻ സാമ്പത്തിക മേഖലയെയും കയറ്റുമതിയെയും അത് സാരമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് കൊളംബിയയിൽ പടർന്നു പിടിക്കുന്ന രൂക്ഷമായ കാട്ടുതീ കാരണം പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സമർലാൻഡ്, ഒക്കനാഗൻ മേഖലകളിൽ പടർന്ന കാട്ടുതീയെ തുടർന്ന് 20,000-ഓളം ആളുകളെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ഹൈവേ 97 അടക്കേണ്ടി വന്നതും മേഖലയിലെ പുക ഗതാഗതത്തെയും ജനജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഉൾനാടൻ പ്രദേശങ്ങളിലെ ആശുപത്രികളെ അടിയന്തര വിഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിടുന്നത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാനഡ പുതിയ മാപ്പിംഗ് സംവിധാനം നടപ്പിലാക്കുന്നു. ഇത് ജനങ്ങളെ കൂടുതൽ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മുൻപൊരു വലിയ പ്രവിശ്യ അല്ലെങ്കിൽ റീജിയൻ മുഴുവനായി പൊതുവായ മുന്നറിയിപ്പ് നൽകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ പോളിഗൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അപകട സാധ്യതയുള്ള കൃത്യമായ ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രം തിട്ടപ്പെടുത്തി വയർലെസ് അലർട്ടുകളും വെതർകാൻ ആപ്പ് സന്ദേശങ്ങളും അയക്കും. ഇത് അനാവശ്യ ഭീതി ഒഴിവാക്കാനും ജനങ്ങൾക്ക് കൃത്യമായ സുരക്ഷാ മുൻകരുതലെടുക്കാനും സഹായിക്കും. അറ്റ്ലാന്റിക് കാനഡയിൽ, പ്രത്യേകിച്ച് ന്യൂ ബ്രൻസ്വിക്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആഴ്ചകളായി മഴ ലഭിക്കാത്തത് കൃഷിയെയും തടി വ്യവസായത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബെൽസം ഫിർ പോലുള്ള പ്രധാന മരങ്ങൾ വരൾച്ച മൂലം നശിക്കുന്നതും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കുന്നതും വനപരിപാലന വിദഗ്ധരെ വലിയ ആശങ്കയിലാക്കുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിവരളുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ ആഴ്ചയിൽ നടന്ന മറ്റു വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ. പ്രവാസി മലയാളികളുടെ ആത്മാഭിമാനത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി മാറിയ 16ാം കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി ബ്രാംപ്ടൺ നഗരത്തിലെ മനോഹരമായ പ്രൊഫസേഴ്സ് ലേക്കിൽ വർണ്ണാഭമായ ആഘോഷങ്ങളോടും ആവേശകരമായ മത്സരങ്ങളോടും കൂടി അരങ്ങേറി. കേരളത്തിന് പുറത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും പഴക്കമേറിയതും വലുതുമായ വള്ളംകളികളിലൊന്നായ ബ്രാംപ്ടൺ ബോട്ട് റേസ് വർഷങ്ങളായി കാനഡയിലെ മലയാളി സമൂഹത്തിന്റെ മാത്രമല്ല വിവിധ സമൂഹങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഹാമിൽട്ടൺ മലയാളി സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ആരവം 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. സമാജത്തിലെ കുട്ടികളും മുതിർന്നവരും അണിനിരന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വർണ്ണശബളമായ സംഗീത നൃത്ത പരിപാടികളും വൈവിധ്യമാർന്ന സാംസ്കാരിക അവതരണങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. നിരവധി മലയാളികളാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ആഘോഷിച്ചു. കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഈ ചരിത്ര മുഹൂർത്തത്തിൽ കാനഡയിലുള്ള ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്കും അദ്ദേഹം ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. കാനഡ ഈ വാരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. കാനഡ വാർത്ത.